ശബരിമലയിലെ അദ്ഭുത ദർശനം. വർഷങ്ങളായി ശബരിമലയ്ക്ക് പോകുന്ന ദേവകിക്ക് 78 വയസ്സായി. വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിയിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു അവർ. 24 വയസ്സിൽ ഓമന മകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. താങ്ങും തണലുമായിരുന്ന ഭർത്താവ് 62 വയസ്സിൽ അവരെ വിട്ടുപിരിഞ്ഞു. അതോടെ അമ്മ തികച്ചും ഒറ്റപ്പെട്ടു. ശബരിമലയിലെ അയ്യപ്പസ്വാമി മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം. ഓരോ മണ്ഡലകാലത്തും മുടങ്ങാതെ അയ്യപ്പനെ കാണാൻ മലകേറി ആ സന്നിധിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സമാധാനം ലഭിച്ചിരുന്നത്. ഈ വർഷം മണ്ഡലകാലം അടുത്തപ്പോൾ അമ്മയുടെ മനസ്സ് ആധിയോടെ പിടഞ്ഞു. ക്ഷീണിച്ച ശരീരവുമായി മലകേറാൻ കഴിയുമോ? അയ്യപ്പനെ കാണാതെ എങ്ങനെ ഞാൻ ഈ ദിനങ്ങൾ തള്ളിനീക്കും? ഈ ചിന്തകൾ അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോഴാണ് വിശ്വജിത്ത് എന്ന ചെറുപ്പക്കാരൻ അവരുടെ വീട്ടിൽ അതിഥിയായി എത്തുന്നത്. വീടിന്റെ മുകൾനില വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നു അമ്മയുടെ ഏക വരുമാനം. വിശ്വജിത്ത് താമസിക്കാൻ എത്തിയതോടെ അമ്മയുടെ വീട്ടിൽ ഒരു ഉണർവുണ്ടായി. വിശ്വജിത്ത് പെട്ടെന്ന് തന്നെ അമ്മയുമായി അടുത്തു. അമ്മയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അവൻ ശ്രദ്ധയോടെ കേട്ടു. മണ്ഡലകാലം അടുത്തപ്പോൾ വിഷമിച്ചിരിക്കുന്ന അമ്മയോട് വിശ്വജിത്ത് കാര്യം തിരക്കി. എനിക്ക് മലകേറാൻ കഴിയില്ല മോനെ, ആരോഗ്യസ്ഥിതി തീരെ മോശമാണ്, കണ്ണീരോടെ അമ്മ പറഞ്ഞു. അപ്പോൾ ആ സുമുഖനായ യുവാവ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു, അമ്മ വിഷമിക്കാതെ, ഞാൻ അമ്മയെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാം. വിശ്വജിത്തിന്റെ വാക്കുകൾ അമ്മയുടെ മനസ്സിൽ ഒരാശ്വാസമായി പടർന്നു. അയ്യപ്പസ്വാമി തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് അമ്മ വിശ്വസിച്ചു. അങ്ങനെ അവരിരുവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ മാലയിട്ടു 41 ദിവസത്തെ വ്രതം ആരംഭിച്ചു. എല്ലാ ദിവസവും അയ്യപ്പന്റെ നാമം ജപിച്ച് അവർ വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകി. എന്നാൽ വ്രതം തുടങ്ങിയതിനു ശേഷം അമ്മയുടെ അസുഖം വർദ്ധിച്ചു. ചുമയും കഫ്കെട്ടും അമ്മയെ തളർത്തി. അമ്മ പൂർണ്ണമായും കിടപ്പിലായി. അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് അവർ ദിവസങ്ങൾ തള്ളിനീക്കി. വിശ്വജിത്ത് അമ്മയെ ഒരു കുഞ്ഞിനെപ്പോലെ ശുശ്രൂഷിച്ചു. പലതരം നാടൻ പച്ചമരുന്നുകൾ അവൻ അമ്മക്ക് നൽകി. ദിവസങ്ങൾക്കുള്ളിൽ അദ്ഭുതം സംഭവിച്ചു. അമ്മയുടെ അസുഖങ്ങൾ പൂർണ്ണമായും ഭേദമായി. അമ്മ ഉന്മേഷവതിയായി എഴുന്നേറ്റു നടന്നു. ഇത് അയ്യപ്പന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല മോനെ, അമ്മ വിശ്വജിത്തിനോട് പറഞ്ഞു. നിന്റെ പരിചരണവും അയ്യപ്പന്റെ അനുഗ്രഹവുമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. വ്രതത്തിന്റെ 41 ദിവസം അയ്യപ്പപൂജകൾ നടത്തി കെട്ടുമുറുക്കി ഇരുവരും ശബരിമലയിലേക്ക് യാത്ര തുടങ്ങി. പതിവുപോലെ മലകയറ്റം അമ്മക്ക് അല്പം പ്രയാസകരമായിരുന്നു. എന്നാൽ വിശ്വജിത്ത് അമ്മയെ താങ്ങിയും തലോടിയും കൂടെ നടന്നു. അയ്യപ്പന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് അവർ ഓരോ പടിയും കയറി. ഒടുവിൽ പുണ്യപാപങ്ങളെ വേർതിരിക്കുന്ന 18ാം പടിയുടെ മുന്നിലെത്തി. അയ്യപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ ഭക്തിയോടെ അമ്മ 18ാം പടി കയറാൻ തുടങ്ങി. എന്നാൽ ഒരു നിമിഷം കൂടെയുണ്ടായിരുന്ന വിശ്വജിത്തിനെ കാണുന്നില്ല. അമ്മ പരിഭ്രാന്തയായി ചുറ്റും നോക്കി. ആൾക്കൂട്ടത്തിൽ അവനെ കണ്ടെത്താനായില്ല. മനസ്സിൽ ആശങ്കയുടെ കനലുമായി അമ്മ 18ാം പടി ചവിട്ടിക്കേറി അയ്യപ്പനടയിൽ എത്തി. ശ്രീകോവിലിലെ അയ്യപ്പവിഗ്രഹത്തെ അമ്മ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ഭുതം! അവരെ പരിചരിച്ച, അവരുടെ അസുഖങ്ങൾ സുഖപ്പെടുത്തിയ, മലകേറാൻ സഹായിച്ച ആ യുവാവിനെയാണ് അമ്മ ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പവിഗ്രഹത്തിൽ ദർശിച്ചത്. സാക്ഷാൽ അയ്യപ്പസ്വാമിയായിരുന്നു വിശ്വജിത്തിന്റെ രൂപത്തിൽ തന്നെ സഹായിക്കാൻ വന്നതെന്ന് അമ്മക്ക് മനസ്സിലായി. ഭഗവാന്റെ അദ്ഭുതകരമായ അനുഗ്രഹം ലഭിച്ച ആ അമ്മ ഭക്തിയുടെ ആനന്ദക്കണ്ണീരോടെ ഭഗവാനെ നോക്കി തൊഴുതു. ഒരു ഭക്തയുടെ പ്രാർത്ഥനയ്ക്ക് അയ്യപ്പൻ നേരിട്ടെത്തിയ ആ പുണ്യാനുഭവത്തിന്റെ ഓർമ്മകളിൽ ഭക്തിയുടെ കണ്ണീർ കണങ്ങളോടെ അവർ മലയിറങ്ങി. അയ്യപ്പസ്വാമി എന്നും തന്റെ കൂടെയുണ്ടെന്ന ദൃഢവിശ്വാസത്തോടെ അവർ ജീവിച്ചു.